നമസ്കാരം. പോയി വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. വിദേശ മദ്യനിർമ്മാണ കേന്ദ്രത്തിന് സമാനമായ സന്നാഹങ്ങളുടെ വാടക വീട്ടിൽ പ്രവർത്തിച്ച വ്യാജ വിദേശ മദ്യനിർമ്മാണ കേന്ദ്രം എക്സൈസ് പിടികൂടി. 231.5 ലിറ്റർ വ്യാജമദ്യവും 88 ലിറ്റർ സ്പിരിറ്റും സഹിതം നന്ദിപ്പുലം ആറ്റിലപ്പള്ളി കുന്നത്ത് പറമ്പിൽ ജിതിൻ അറസ്റ്റിലായി. തമിഴ്നാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന സ്പിരിറ്റ് ഉപയോഗിച്ചായിരുന്നു മദ്യനിർമ്മാണം. പമ്പിംഗ് മെഷീൻ സഹിതമുള്ള സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു. ശിവകാശിയിൽ നിന്ന് അച്ചടിച്ച് എത്തിച്ച ലേബലുകൾ ഒട്ടിച്ച് വിദേശ മദ്യം വിറ്റിരുന്നത് 300 രൂപ നിരക്കിലാണെന്നും കണ്ടെത്തി. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആറ്റപ്പള്ളിയിലെ വാടക വീട് റെയ്ഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പാറളം ചിറ ഗ്രീൻ ലൈൻ റോഡിൽ സ്കൂട്ടറിൽ 18 ലിറ്റർ മദ്യക്കുപ്പികൾ ചാക്കിൽ നിറച്ച് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുമ്പോൾ ജിതിനെ എക്സൈസ് പിടികൂടിയിരുന്നു. വ്യാജമായി നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയതോടെ ജിതിന്റെ വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലാണ് കിടപ്പുമുറി മൊത്തത്തിലൊരു മദ്യനിർമ്മാണശാലയാണെന്ന് കണ്ടത്. അലമാരകളിൽ 100 കണക്കിന് മദ്യക്കുപ്പികൾ അടുക്കി വെച്ച നിലയിലായിരുന്നു. സമീപത്തു തന്നെ മദ്യം നിറയ്ക്കാനുള്ള മെഷീനും കണ്ടെടുത്തു. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ജിതിൻ ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് മദ്യനിർമ്മാണം തുടങ്ങിയത്. ജിതിന്റെ വീട്ടുകാർ ഏതാനും കിലോമീറ്റർ അകലെയുള്ള വീട്ടിലാണ് താമസം. മുൻപ് വിദേശത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് സ്പിരിറ്റ് ഉപയോഗിച്ച് വ്യാജമദ്യം നിർമ്മിക്കുന്ന വിധം ജിതിൻ മനസ്സിലാക്കിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള ഇടനിലക്കാരൻ വഴി സ്പിരിറ്റ് തരപ്പെടുത്തുന്നതായിരുന്നു രീതി. ശിവകാശിയിൽ നിന്ന് ലേബലുകൾ ഹോളോഗ്രാം സഹിതം പ്രിന്റ് ചെയ്ത് എത്തിച്ചിരുന്നതും ഇയാൾ തന്നെ. വിൽപ്പനയ്ക്കായി ഇടനിലക്കാരെ ജിതിൻ സംഘടിപ്പിച്ചു. സ്കൂട്ടറിൽ പലയിടങ്ങളിലായി ജിതിൻ തന്നെ ഇടനിലക്കാർക്ക് എത്തിച്ചു നൽകും. കോടന്നൂരിലെ ഇടനിലക്കാരന് മദ്യം നൽകാനുള്ള യാത്രക്കിടെയാണ് പിടിക്കപ്പെട്ടത്. വിപണിയിൽ 1/2 ലിറ്ററിന് 500 രൂപയോളം വിലയുള്ള വിദേശ മദ്യത്തിന്റെ വ്യാജ പതിപ്പാണ് ജിതിൻ നിർമ്മിച്ചിരുന്നത്. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടിയിൽ നിന്നും ലോറിയിലേക്ക് ചരക്കിറക്കുന്നതിനിടെ റെയിൽവേ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ ലോറി ഡ്രൈവർ മരിച്ചു. കാട്ടൂർ സ്വദേശി എറിയാപ്പറമ്പിൽ സജികുമാർ ആണ് മരിച്ചത്. കാലിത്തീറ്റയ്ക്കായുള്ള തവിടിന്റെ ചാക്കുകൾ ഗുഡ്സ് ട്രെയിനിൽ നിന്ന് തൊഴിലാളികൾ ഇറക്കി ലോറിയിൽ കയറ്റുന്നതിനിടെയാണ് സംഭവം. പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ചാക്കുകൾ നനയാതിരിക്കാൻ ലോറിക്ക് മുകളിൽ കയറി ടാർപ്പായ ഇടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സംഭവം. ലോറിയുടെ മുകളിൽ നിന്ന് പായ പിന്നിലേക്ക് വലിക്കുന്നതിനിടെ ഒരു കാൽ ഗുഡ്സ് ട്രെയിനിന്റെ മുകളിൽ വെച്ചപ്പോൾ തെന്നി വൈദ്യുതി ലൈനിന്റെ ഭാഗത്തേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് ശരീരം മുഴുവൻ തീ പിടിച്ച് താഴേക്ക് വീണുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ ഇദ്ദേഹത്തെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത്. അതിരപ്പള്ളിയിൽ കാട്ടാൻ ആക്രമണത്തിൽ നിന്നും വനപാലകർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കും 2 വനം വാച്ചർമാർക്കും പരിക്കേറ്റു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സച്ചിൻ, വാച്ചർമാരായ നടരാജൻ, മണികണ്ഠൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാത്രി പെട്രോളിംഗിനിടെ ബുധനാഴ്ച രാവിലെ 6 മണിയോടെയാണ് ആന ഇവരെ ആക്രമിക്കാൻ ഓടിച്ചത്. പുഴ കടന്നുവന്ന ആനയെ തിരികെ ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും ആന തിരികെ പോകാതെ പ്ലാന്റേഷൻ എണ്ണപ്പന തോട്ടം അവസാനിക്കുന്ന തുമ്പൂർമൊഴി ഭാഗത്ത് സൗരോർജ വൈദ്യുത വേലി തകർത്ത് റോഡിലൂടെ ഇവരെ ഓടിച്ചു. ഇവർ റോഡിന്റെ താഴേക്ക് ചാടിയാണ് രക്ഷപ്പെട്ടത്. ഇവരുടെ തൊട്ടടുത്ത് വരെ ആന എത്തി. വനപാലകരുടെ ജീപ്പ് ആന ആക്രമിക്കാൻ ശ്രമിച്ചു. പരിക്കേറ്റ വനപാലകരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് ദേശീയപാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിക്കുള്ളിൽ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടാമ്പി സ്വദേശി സുന്ദരനാണ് മരിച്ചത്. പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലാണ് ലോറി നിർത്തിയിട്ടിരുന്നത്. സ്റ്റിയറിംഗിൽ വീണു കിടക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സമീപത്തെ വ്യാപാരികളാണ് സംഭവം കണ്ടത്. ഉടൻ തന്നെ പുതുക്കാട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മരണകാരണം വ്യക്തമല്ല. മണലിപ്പുഴയിലെ മടവാക്കര കാച്ചക്കടവിൽ അപകടത്തിൽപ്പെട്ട് ഒഴുകിപ്പോയ കാർ ഉയർത്തി കരയിലെത്തിച്ചു. പുതുക്കാട് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ക്രെയിൻ എത്തിച്ച് നാട്ടുകാരുടെ സഹായത്തോടെയാണ് കാർ ഉയർത്തിയത്. അപകടം നടന്ന കടവിന് 200 മീറ്റർ അകലെ കണ്ടെത്തിയ കാർ റോപ്പ് കെട്ടി വലിക്കുന്നതിനിടെ റോപ്പ് പൊട്ടുകയായിരുന്നു. പാറയിൽ കുടുങ്ങിയ കാറിൽ വീണ്ടും റോപ്പ് കെട്ടി ക്രെയിൻ ഉപയോഗിച്ച് വലിക്കാൻ കഴിയാതെ വന്നതോടെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുഴയിലിറങ്ങി കാർ തള്ളി മാറ്റിയാണ് കയറും റോപ്പും കെട്ടി വലിച്ചു നീക്കിയത്. ഏകദേശം 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാർ കരയുടെ അടുത്തേക്ക് എത്തിച്ചത്. പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് കാർ ഉയർത്തുകയായിരുന്നു.
കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് ചാവക്കാട് മന്നലാങ്കുന്ന് സ്വദേശി സിനാൻ ഓടിച്ചിരുന്ന കാർ മണലിപ്പുഴയിലേക്ക് പതിച്ചത്. പുഴയിലേക്ക് വീണ കാറിൽ നിന്ന് അത്ഭുതകരമായാണ് സിനാൻ രക്ഷപ്പെട്ടത്. ആലുവയിലെ സ്വകാര്യ കോളേജിൽ LLBക്ക് പഠിക്കുന്ന സിനാൻ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. പുഴയിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ കഴിഞ്ഞ ദിവസമാണ് കാറ് കണ്ടെത്തിയത്. കുതിരാൻ തുരങ്ക പാതയോര കവാടത്തിന് മുകളിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വിദഗ്ധ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. മേഖലയിലെ അപകട സാധ്യത ഇല്ലാതാക്കാനും പ്രദേശം സുരക്ഷിതമാക്കാനുമുള്ള ശാശ്വത പരിഹാര നിർദ്ദേശങ്ങൾ സംഘം സർക്കാരിന് സമർപ്പിക്കും. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സീനിയർ ജിയോളജിസ്റ്റുകളായ രമേശ് കുമാർ, നിശാന്ത് എന്നിവർ അടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. ഹസാർഡ് അനലിസ്റ്റ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് എന്നിവരും വിദഗ്ധ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. തുരങ്കമുഖത്തെയും അതിനു മുകളിലുള്ള കുന്നിൻ ചെരുവിലെയും നിലവിലെ ചെരുവ്, സ്ഥിരത, മണ്ണ്, പാറ എന്നിവയുടെ സ്വഭാവം, ജലനിർഗമന സൗകര്യങ്ങൾ, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപായ സാധ്യതകൾ എന്നിവ സംഘം വിശദമായി വിലയിരുത്തി. കൂടുതൽ സമഗ്രമായ പഠനത്തിനായി തുരങ്ക നിർമ്മാണ സമയത്ത് തയ്യാറാക്കിയ ഡിസൈൻ രേഖകൾ, DPR, ഭൗമ സാങ്കേതിക പഠന റിപ്പോർട്ടുകൾ എന്നിവ നൽകാൻ ബന്ധപ്പെട്ട അധികൃതരോട് സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രേഖകൾ കൂടി പരിശോധിച്ച ശേഷം മേഖലയിലെ അപകട സാധ്യത ഇല്ലാതാക്കാനും പ്രദേശം സുരക്ഷിതമാക്കാനുമുള്ള ശാശ്വത നിർദ്ദേശങ്ങൾ GSI സർക്കാരിന് സമർപ്പിക്കും. നേരത്തെ ജിയോളജിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ്, മണ്ണ് സംരക്ഷണ ഓഫീസർ, ഭൂജല വനം വകുപ്പുകൾ, കേരള വന ഗവേഷണ കേന്ദ്രം, തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയവരിൽ നിന്നുള്ള വിദഗ്ധരടങ്ങിയ സംഘവും പരിശോധന നടത്തി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.